ഹായ്, ഇന്നത്തെ റെയിൻഫോർസിന്റെ ഗസ്റ്റ് കോട്ടയത്ത് നിന്നുള്ള 3 പേരാണ്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തിരുനെല്ലിയിലൂടെയാണ്. തിരുനെല്ലിയിൽ കുറച്ച് ഹിൽ സ്റ്റേഷനുകളും അതുപോലെ നെട്ടറ ഗ്രാമവും കാളിന്തി നദിയൊക്കെയാണ്. ആദ്യം ഞങ്ങൾ പോയത് തൃശ്ശേരിക്കടുത്തുള്ള മുത്തുമാരി ഹിൽസിലേക്കാണ്. പെട്ടെന്ന് ട്രക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹിൽ സ്പോട്ടാണ് നമ്മളെ മുത്തുമാരി ഹിൽസ്. മഴയൊക്കെ പെയ്ത് കുന്നിൻ ചെരുവും പരിസര പ്രദേശമൊക്കെ നല്ല പച്ചപ്പിലാണ് നമ്മുടെ. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലുള്ള നമ്മളെ തിരുനെല്ലി ഉണ്ടല്ലോ. തിരുനെല്ലിയുടെ ഓരോ ഗ്രാമവും പരിസര പ്രദേശവും കാടുകളും ഒക്കെ അത്രയും ഭംഗിയാണ് കേട്ടോ. മുകളിലെത്തുമ്പോഴുള്ള ഈ വീശിയടിക്കുന്ന തണുത്ത കാറ്റും കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ പരന്നു കിടക്കുന്ന ഈ മലനിരകൾ കാണാൻ അടിപൊളിയാണ്. ഇതിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. മലയൊക്കെ കയറി തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് നന്നായി വിശന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോയത് കുറുവാദ്വീപിനടുത്തുള്ള നമ്മളെ പ്രകാശേട്ടൻ്റെ കടയിലേക്കാണ്. പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണിത്. ഇപ്പോൾ വയനാട് ഏകദേശം മഴയൊക്കെ കിട്ടി നെൽകൃഷിയുടെ ആരംഭമാണ്. ഏകദേശം കാടിനകത്തൂടെ ഒരു 4 കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം നമ്മളെ പ്രകാശേട്ടൻ്റെ കടയിൽ എത്തിച്ചേരാനേ. കുഞ്ഞു കടയാണ്, എന്നാലും ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഇവിടുത്തെ ഉച്ചയ്ക്ക് നമ്മൾ വന്നപ്പോൾ നല്ല വാഴയിലുള്ള ഊണാണ് കേട്ടോ. ഒരുപാട് സൈഡൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു സദ്യ എന്ന് തന്നെ പറയാം. നല്ല കുത്തരി ചോറും അതുപോലെ സാമ്പാറും മീൻകറിയും പുഴമീനും പിന്നെ ബീഫ് ഐറ്റംസും ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഊണിന്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് നെട്ടറ ഗ്രാമത്തിലേക്കാണ് കേട്ടോ. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. ഇരുവശങ്ങളും മരങ്ങളും. ഇപ്പം മഴയൊക്കെ പെയ്ത് നല്ല ഗ്രീനറി ആയിട്ടാണ് വയനാടുള്ളത് കേട്ടോ. ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള ചെറു ഗ്രാമങ്ങളും അതുപോലെ കുഞ്ഞു കുഞ്ഞു ചായക്കടകളൊക്കെ നമ്മളെ വയനാട്ടിലെ യഥാർത്ഥ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നമ്മളെ ബാലൻസിൻ്റെ ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇത്. അടിപൊളിയാണ് ഈ ഏരിയ. നെട്ടറ കാളിന്തി റിവറിൻ്റെ സൈഡിലുള്ള ഒരു പാലമാണിത്. കാളിന്തിയുടെ ചില ഏരിയ നല്ല ആഴം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ എന്തായാലും കുളിക്കാൻ വേണ്ടി വേറെ ഏരിയയിലേക്കാണ് പോയത്. വയനാടിൻ്റെ ഓരോ ഗ്രാമങ്ങളും സ്വർഗ്ഗതുല്യമാണ് കേട്ടോ. അപ്പോൾ ഉള്ളേരികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഏരിയകളുണ്ടാവും. അടിപൊളിയാണ്. കാളിന്തിയുടെ ഈ ഏരിയ ചില സമയങ്ങളിൽ നീർമാതള പൂവ് ഇങ്ങനെ പൂത്ത് നിൽക്കാറുണ്ട് കേട്ടോ. എന്തായാലും ഇത്രയും നല്ല തെളിഞ്ഞ വെള്ളവും പുഴയൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഇറങ്ങി കുളിക്കാനൊന്ന് തീരുമാനിച്ചു. എന്തായാലും ഈ ഏരിയ അതുപോലെ ഇവിടുത്തെ കാലാവസ്ഥ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. തിരുനെല്ലി ഏരിയയിൽ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊന്നുമില്ല, പക്ഷേ ഉള്ളതൊക്കെ ഇതുപോലെയുള്ള ഹിഡനായിട്ടുള്ള പ്ലേസുകളാണ്. അടിപൊളിയാണ്. ഇവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ എന്ന് പറയുന്നത് കുറുവാദ്വീപ്, അതുപോലെ തിരുനെല്ലി ക്ഷേത്രം, പിന്നെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി, പിന്നെ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇരിപ്പ് വാട്ടർഫാൾസ് അടുത്താണ് കേട്ടോ. അതുപോലെ നാഗർഹോള ടൈഗർ റിസർവിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. തിരിച്ച് കയറി വരുമ്പോൾ ഒരാൾ നമ്മളെ കാണാതെ ഇവിടെ മറിഞ്ഞിരിപ്പുണ്ട്. അതുപോലെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവിടെ അടുത്ത് തന്നെ നല്ല ഉള്ളേരിയകളിലായിട്ട് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു സ്റ്റേക്കേഷനുകളുണ്ടാവും. അതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രാമത്തെ അവിടെ ഇരുന്നു കൊണ്ട് ആസ്വദിക്കാൻ പറ്റും. ആ സ്ഥലങ്ങൾ അതുപോലെ അവിടെയുള്ള ഏരിയ ഇതെല്ലാം നമുക്ക് കവർ ചെയ്യാനും പറ്റും.
നമ്മൾ സ്റ്റേ ചെയ്ത് തിരുനെല്ലിയിലെ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഏഞ്ചൽ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് കേട്ടോ. നമ്മളൊരു മഡ് ഹൗസും ഒരു എയർപ്ലെയിൻ കോട്ടേജാണ് എടുത്തത്. ഇവിടെ ഈ പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഏഞ്ചൽ നെസ്റ്റ്. ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് സ്റ്റേക്കേഷനുകളും ഹിഡൻ പ്ലേസസുകളും വയനാടിനെ അറിയാനൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. തിരുനെല്ലിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു മനോഹരമായ യാത്രയുമായി വീണ്ടും കാണാം.